നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീ കത്തിച്ച് ഇവിടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അടുപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം. എന്താന്നോ, നമുക്ക് അടുപ്പിൽ ചോറ് വെച്ചാൽ മാത്രമേ നല്ല ഉതിരുതിരി പോലത്തെ ചോറ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ കുക്കറിലൊക്കെ വെച്ചാൽ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ഒരു നേരിയ ഒരു വഴുവഴുപ്പുണ്ടാവും. അതുകൊണ്ട് എനിക്കിഷ്ടം അടുപ്പത്ത് ചോറ് വെക്കുന്നതാണ് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ വിറകാണ് കേട്ടോ. നേരത്തെ നമ്മുടെ പറമ്പിലൊക്കെ മഹാഗണിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മരങ്ങളും വെട്ടിയതിൻ്റെ വിറക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ വിറകുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ രാവിലെ വ്യായാമത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും കോടാലി വെച്ചിട്ട് കീറി എടുക്കും കേട്ടോ വിറക്. അതാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. വലിയ ശക്തമായ മഴയല്ല. തുലാമാസത്തിലെ മഴ അങ്ങനെയാണല്ലോ, വൈകുന്നേരം ഇടിവെട്ടും മഴയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം കലക്കലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നല്ല ഗ്രീൻ കളറിലെ വെള്ളമാണ് കേട്ടോ. കണ്ടോ, ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ വഞ്ചിക്കാർ പോകുന്ന പോലത്തെ ഈ പങ്കായം വെച്ചിട്ടുള്ള തുഴയില്ലേ, അതുപോലെ 2 പ്രാവശ്യം സൗണ്ട് കേട്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ. അപ്പോൾ ഉണ്ടല്ലോ, എന്താ കാര്യമെന്നോ, ഈ കഴുന്നുണ്ടല്ലോ മീനിനെ പിടിക്കുന്നതാ, നീർനായ മീനിനെ പിടിക്കുന്ന സൗണ്ടായിരുന്നു. പക്ഷേ ഫോൺ എടുത്തിട്ട് നമുക്ക് എടുത്തു വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അത് പോയി. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു മീനിന്. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നല്ല ശാന്ത സുന്ദരമായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ ചെടി കണ്ടോ, ഇത് കടലച്ചെടിയാണ് കേട്ടോ. ഞങ്ങൾ പറയുന്നത് കടലപ്പൂ പോലെ ഇരിക്കുന്നത് കടലച്ചെടി. അതൊരു വീട്ടിൽ പോയപ്പോൾ അവർ തന്നതാണ് കേട്ടോ. അതിൻ്റെ കൊമ്പ് കൊണ്ടൊന്ന് നട്ടതാണ്. പിന്നെ ഇത് നിങ്ങളെ കാണിച്ചിട്ടുള്ളതല്ലേ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചെടി വാങ്ങിച്ചിട്ട്. 1 വർഷത്തിന് മേലെയായി. ഈ ടൈമിലാണിത് പൂക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് ബീഫും പച്ചക്കായും കൂടെ, ഏത്തക്കായില്ലേ പച്ച, അതും കൂടി ഇട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബീഫും പച്ചക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് ചീനച്ചട്ടിയിലിട്ട് താളിക്കുവാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല പൗഡർ, മല്ലിപ്പൊടി, അത് സാധാരണ കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. പിന്നെ ഈ സവാളയൊക്കെ വഴന്ന് വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത്, എന്നിട്ട് ഈ മസാലപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടാണ് ബീഫും പച്ചക്കയും കൂടി വേവിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചൊരിഞ്ഞ് നമുക്ക് ഈ ചീനച്ചട്ടിയിൽ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ബീഫ് കറി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ.